വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാമത്തെ ചാപ്റ്റർ നിങ്ങളെ സ്ക്വയർ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ വർഗ സമവാക്യങ്ങൾ അതിന്റെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കയറി കാണണേ നിങ്ങളെ. ഓരോ പേജിലെയും വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ കയറി കാണണേ. ഇത് 3ാമത്തെ പാർട്ടാണ്. പേജ് നമ്പർ 42ാമത്തെ പേജ് നിങ്ങളൊന്ന് നോക്കണേ നിങ്ങളെ കേട്ടോ. നമ്മൾ ഈ എക്സസൈസ് മാത്രം ചെയ്തിട്ട് പോയാലേ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് കിട്ടിയതെന്നൊന്നും അറിയണ്ടായോ അല്ലേ? നമ്മളെല്ലാം നോക്കുമ്പോഴെല്ലാവരും എക്സസൈസ് എല്ലാം ചെയ്തിടുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതിനകത്ത് ചെയ്തിട്ടേക്കുന്ന കുറേ കണക്കുകൾ മിക്കുള്ളവർക്കും സംശയമുണ്ട്. എൻ്റെ അടുത്ത് 1-2 പേര് സംശയം ചോദിച്ചതുകൊണ്ടാണോ നിങ്ങളെ ഞാനത് ഇടാമെന്ന് വെച്ചത്. നോക്കണേ, നമ്മൾ ഇത്രയും പഠിച്ചത് ഇപ്പം 55ൻ്റെ സ്ക്വയർ അല്ലെ 55ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാവും നിങ്ങളെ പഠിച്ചത്? ഓക്കെ, 55ൻ്റെ സ്ക്വയർ അല്ലെ 55ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 + 5ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? സംശയമില്ലല്ലോ. അതായത് a+b² അല്ലെങ്കിൽ എന്താവും നിങ്ങളെ x+y² അല്ലേ? x+y². അപ്പോൾ a+b² എന്ന് വെച്ചാൽ എന്താ? a² ഈക്വേഷൻ പഠിച്ചോണേ കേട്ടോ. 2ab + b². ഇനി xy പഠിച്ചോർക്കോ? xy² + 2xy + y². ഈ ഈക്വേഷൻ പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. നമ്മൾ 1ാമത്തെയും 3ാമത്തെയും പാഠം ഇത് തന്നെയാണ്. ഒന്നിനകത്ത് പിന്നെ ഐഡൻറ്റിറ്റി ഇല്ലാതെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. 1ാമത്തെ നമ്മൾ അല്ലാതെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. 3ാമത്തെ പാഠം ഐഡൻറ്റിറ്റിയാണ്. സമവാക്യം വെച്ചാണ്. ഇതൊരു സമവാക്യം അല്ലെ ഐഡൻറ്റിറ്റിയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇവിടെ എ എന്ന് പറയുന്നത് എത്ര? 50 കേട്ടോ. 50ൻ്റെ സ്ക്വയർ നമ്മൾ കുറേ പറഞ്ഞതാ. എന്നാൽ ഇനി വേറെ രീതി വരുമ്പം ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 2 അതായത് ഇത് എയും ഇത് ബിയുമാണ് അല്ലേ? 2 എ എത്ര നിങ്ങളെ? 50 × ബി എത്ര? 5 പ്ലസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ. ഫസ്റ്റും ലാസ്റ്റും മാത്രമേ ഉള്ളേ കുഞ്ഞുങ്ങളെ പ്ലസ്. ബാക്കി ഇത് 3 എന്താ? ഇൻറ്റുവാ. അത് തിരിഞ്ഞു പോവല്ലേ. ഇനി 50ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എത്ര? 25 അല്ലേ? 0ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0 0 0 2 അല്ലെ? 2 വട്ടം ഉണ്ടെന്ന് എഴുതിയാൽ മതി. 2 × 5 10 അല്ലേ? 10 × 5 അതായത് 2 × 5 50 എന്ന് വെച്ചാൽ 100. 100 × 5 എത്ര നിങ്ങളെ? 500. ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. പ്ലസ് 5ൻ്റെ സ്ക്വയർ 5 × 5 25. അപ്പം നമുക്ക് എത്ര വരും? 2500 അല്ലേ? 500 പിന്നെ ഒരു 25. 5 2 5 5 10 30 25 നമുക്ക് കിട്ടിയത്. നമ്മൾ ചെയ്യുന്ന കണക്കിൻ്റെ ഈക്വൽ എല്ലാം കറക്റ്റായിട്ട് ഇടണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇത് ഓക്കെ ആണല്ലോ നിങ്ങളെ. പക്ഷേ നമ്മുടെ പേജ് നമ്പർ നോക്കണേ നിങ്ങളെ. പേജ് നമ്പർ 42 കുറേ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് എളുപ്പ വഴിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നോക്കണേ, ഈ 55ൻ്റെ സ്ക്വയറിനെ ഏതൊക്കെ രീതി ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. 55ൻ്റെ സ്ക്വയറിനെ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത പറയട്ടെ. ആദ്യമേ നമ്മൾ ഈ ഫസ്റ്റ് തന്ന നമ്പർ തന്നെ 5ൻ്റെ സ്ക്വയർ അതിനെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25 കേട്ടോ. നമ്മളിപ്പോൾ 55ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 50ൻ്റെ കണ്ടിട്ട് പിന്നെ 5ൻ്റെ സ്ക്വയർ 25 അങ്ങ് കൂട്ടണം. അതിനിപ്പോൾ നിങ്ങൾ കുറേ ഇതിൻ്റെ ലാസ്റ്റ് തന്നുണ്ടോ 25. അപ്പോൾ ആദ്യത്തെ ഈ കണ്ടോ എല്ലാം 55 65 75 എന്നൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ നിങ്ങളെ, ഇവിടുത്തെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കേ. 55ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് തരുന്ന ലെറ്ററിനെ ഫസ്റ്റ് ഏത് സംഖ്യയാണോ അത് എഴുതുക. 5 നോക്കണേ നിങ്ങളെ, ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി 5 കഴിഞ്ഞ് എത്ര? ഇവിടെ തന്നിരിക്കുന്നതല്ല, 5 കഴിഞ്ഞ് നമ്മൾ എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ, നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ. 5 കഴിഞ്ഞ് എത്ര നിങ്ങളെ? 6. എങ്ങനെയാണ് വന്നത്? 5 കഴിഞ്ഞിട്ട് ഏത് സംഖ്യ വരുന്നതെന്ന് കേട്ടോ. ഇനി ഇവിടെ 4 ആയിരുന്നെങ്കിലോ 4 കഴിഞ്ഞിട്ട് 5. ഇവിടെ 3 ആയിരുന്നെങ്കിലോ 3 × 4. ഏതാണോ അത് കഴിഞ്ഞ് വരുന്നത് അത് ഇൻറ്റു കേട്ടോ. ഇൻറ്റു 100 വന്നത് എങ്ങനെയാണോ എല്ലാം 100 ആട്ടോ. എല്ലാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്ലസ് 25 കാരണം 5ൻ്റെ സ്ക്വയർ 25. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് 55ൻ്റെ സ്ക്വയറാണ്. ഫസ്റ്റ് തന്ന 5നെ അതുപോലെ എഴുതുക. അത് കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് ഏത് സംഖ്യയാണെന്ന് നോക്കണം. ഇതിനകത്തിലെ സംഖ്യയല്ല, ഇവിടെ തരുന്ന 5 കഴിഞ്ഞിട്ട് ഏതാ? 6 കേട്ടോ. നമുക്കിവിടെ 45 ആണെങ്കിലോ 4 കഴിഞ്ഞിട്ട് 4 × 5 ആയേനെ കേട്ടോ. 65 ആയിരുന്നെങ്കിലോ 6 × 7. ഇവിടെ 75 ആണെങ്കിൽ 7 × 8. ഇപ്പം മനസ്സിലായോ? ഇനി നോക്കിക്കേ, 5 × 6 എത്ര? 5 6 30 ഇൻറ്റു 100നെ അതുപോലെ എഴുതുക.
പ്ലസ്, കാരണം ഇതിനകത്തിൽ നമുക്ക് വലുതായിട്ട് ഇൻറ്റു ചെയ്താൽ ഇതുപോലെ ഇട്ട് മാറ്റിയിട്ടൊന്നും ചെയ്യേണ്ട, അതിന് വേണ്ടിയാണ് കേട്ടോ. 30 × 100, 30നെ അതുപോലെ എഴുതിയിട്ട് എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം എഴുതിയാൽ മതി, പ്ലസ് 25 അല്ലേ. 3000ൻ്റെ കൂടെ 25 കൂടെ കൂട്ടുമ്പം 3025. ഇങ്ങനെയും ചെയ്യാം കണ്ടോ. ടെസ്റ്റിനകത്ത് ചെയ്തേക്കുന്നതാണ്, മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? അപ്പോൾ 55നെ നമ്മളിപ്പോൾ 2 മെത്തേഡിൽ ചെയ്തു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ ഒരു മെത്തേഡൂടെ കാണിക്കാം കണ്ടോ. ഇപ്പോൾ 2 മെത്തേഡായി. അടുത്തത് 55ൻ്റെ സ്ക്വയർ നോക്കണേ കുഞ്ഞുങ്ങളെ. അടുത്തത് 5ൻ്റെ സ്ക്വയർ എഴുതുക, മനസ്സിലാക്കണേ. 55ൻ്റെ ഫസ്റ്റ് തന്ന നമ്പർ 5ൻ്റെ സ്ക്വയർ പ്ലസ് കേട്ടോ. ഫസ്റ്റ് തന്ന ഏതാ? 5 തന്നെ അല്ലേ. 5 × 100 പ്ലസ് 5ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ? 25 പ്ലസ് 5 × 100 500 പ്ലസ് എത്ര? 5ൻ്റെ സ്ക്വയർ 25 അല്ലേ. നോക്കിയേ ഇവിടെ എത്ര വരുമെന്ന്. ഇവിടെ ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങ് എഴുതി വെക്കില്ല കേട്ടോ. 5 × 100 തന്നെ ഇവിടെ അങ്ങ് എഴുതണേ, പിന്നെ നമുക്ക് ഇൻറ്റു ചെയ്യാം. നോക്കട്ടെ കുഞ്ഞുങ്ങളെ, ഇവിടെ ഫസ്റ്റ് കൂട്ടാനുള്ളത് രണ്ടും കൂടെ കൂട്ടുക കേട്ടോ. ചാടിക്കയറി ഞാൻ ഇപ്പോൾ ഇൻറ്റു ചെയ്തപോലെ എഴുതി വെക്കല്ലേ. 25 5 എത്ര കുഞ്ഞുങ്ങളെ? 30 × 100 പ്ലസ് 25. 30ഉം 100ഉം 30ൻ്റെ കൂടെ 2 പൂജ്യം കൂടി ഇട്ടാൽ പോരെ. 3000 പ്ലസ് 25 3025. കണ്ടോ. ഇത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടെസ്റ്റിലെ കണക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായോ. നിങ്ങളിപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പോകാതിരിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവരെങ്ങനെ ഓൺലൈനിലായിരിക്കും നോക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ 55നെ പേജ് നമ്പർ 42ലെ ചോദ്യങ്ങളാണ്. ഏതൊക്കെ രീതിയിലാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ എല്ലാം അവസാനം ആരാ വന്നതെന്ന് നോക്കി. 25 25 20 കണ്ടോ. ഇതിൻ്റെ അവസാനം എന്ന് വെച്ചാൽ ലാസ്റ്റ് 5ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് കണ്ടോ എല്ലാം എന്താ അവസാനം 25 വന്നേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? രണ്ടും ഒരേ ആൻസറാണ്. ഏതൊക്കെ രീതിയിലാണ് ചെയ്തേ നോക്കിയേ. അപ്പോൾ 55 നമ്മൾ ചെയ്തെങ്കിൽ ഞാൻ നോക്കട്ടെ നിങ്ങളെ. 65ൻ്റെ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിയേ. 65ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് 2 രീതിയിലും ചെയ്യാം അല്ലേ. നമുക്ക് ഈ 2 രീതിയിലും ചെയ്യാം. 65നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 6 നമ്മൾ ഫസ്റ്റിൽ എഴുതി. 6 കഴിഞ്ഞാൽ പിന്നെ ഏതാ? 7 ആണ് അല്ലേ. 6 × 7 6 × 7. മനസ്സിലാക്കണേ നിങ്ങൾ, ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് അതുകൊണ്ട് അങ്ങ് പറഞ്ഞതാ. 6 എഴുതുക. 6 കഴിഞ്ഞിട്ട് നമ്മുടെ നാച്ചുറൽ നമ്പർ അല്ലേ, എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 6 കഴിഞ്ഞിട്ട് 7. അത് × 100 പിന്നെ 5ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ അല്ലേ. 6 × 7 അല്ലേ. 6 7 42 × 100 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. 42 × 100 42 ഇട്ടിട്ട് 2 പൂജ്യം കൊടുത്താൽ മതി, പ്ലസ് 25 അപ്പോൾ എത്ര വന്നു? 42 25. ഇതാകുമ്പോൾ നമുക്ക് എന്താ സെപ്പറേറ്റ് മാറ്റിയിട്ട് വേറെ എടുത്തിട്ട് ചെയ്തൊന്നും വേണ്ട. ഇതിൽ തന്നെ എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 5 വരുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ. നമുക്ക് നോക്കാം. നോക്കിയാൽ മറ്റേ രീതിയിൽ നോക്കിക്കേ. ഇപ്പുറത്തെ രീതിയിൽ എങ്ങനെ എഴുതാം? ഫസ്റ്റ് നോക്കൂ നിങ്ങളെ. 6 ഫസ്റ്റ് ഡിജിറ്റ് 6 ആണല്ലേ. 6ൻ്റെ സ്ക്വയർ പ്ലസ് ഫസ്റ്റ് നമ്പർ തന്നെ 6 × 100 പ്ലസ് 5ൻ്റെ സ്ക്വയർ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത് 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 6 × 100 പ്ലസ് 25. കാരണം നമ്മൾ സെപ്പറേറ്റ് എങ്ങും മാറ്റിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. 36ഉം 6ഉം കൂടെ 6 6 12 42 × 100 പ്ലസ് 25. 42ൻ്റെ കൂടെ 100 വെച്ച് ഇൻറ്റു ചെയ്യാന്ന് വെച്ചാൽ 2 പൂജ്യം ഇട്ട് കൊടുക്കുക എന്നുള്ള പ്ലസ് 25. ഇപ്പോൾ എത്ര? 42 22 2 കിട്ടിയോ? മനസ്സിലായോ? ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്നതായതുകൊണ്ടാണ്. അടുത്ത അപ്പം നമ്മൾ 55 ചെയ്തു, 65 ചെയ്തു, 75 ചെയ്തു നിങ്ങൾ. 75ൻ്റെ സ്ക്വയർ മനസ്സിലായോ? 75ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 7 ഫസ്റ്റിൽ എഴുതി. 7 കഴിഞ്ഞാൽ അടുത്തത് 8 ആണ് അല്ലേ. × 100 5ൻ്റെ സ്ക്വയർ എത്ര? പ്ലസ് 25. ഈ പ്ലസ്സും ഇൻറ്റും തിരിഞ്ഞു പോകല്ലേ കേട്ടോ, ലാസ്റ്റിലാണ്. ഇനി 7 8 എത്ര കുഞ്ഞുങ്ങളെ? 56 × 100 പ്ലസ് 25. 56 × 100 എന്ന് വെച്ചാൽ 56 ഇട്ടിട്ട് 2 പൂജ്യം കൊടുത്താൽ മതി, പ്ലസ് 25 ഈസിക്കൽ ടു 56 25. കണ്ടോ ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയം അറിയോ? ഒന്നുകൂടെ പറയണോ നിങ്ങളെ? ഇനി ഇതിനെ ഏത് രീതി വേറെ രീതി ചെയ്യാം? ഇത് ഓരോന്നും നോക്കണേ.
അടുത്തത് ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യാം? 70 അല്ലേ, ഫസ്റ്റ് നമ്പർ 7ആണ്. 7ൻ്റെ സ്ക്വയർ പ്ലസ് അല്ലേ, പ്ലസ് ആണ് ഇവിടെ, പ്ലസ് 7ൻ്റെ സ്ക്വയർ പ്ലസ് പിന്നെ ആ സംഖ്യ തന്നെ 7 × 100 പ്ലസ് 5ൻ്റെ സ്ക്വയർ അല്ലേ. 7ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 49 പ്ലസ് 7 × 100 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. 49 7 49 50 56 അല്ലേ. 56 × 100 പ്ലസ് 25. 56ൻ്റെ കൂടെ 100 ചെയ്താൽ 2 0 കൂടെ പ്ലസ് 25. കണ്ടോ, 56 25 തന്നെ അവിടെയും കിട്ടി കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്ത 70 നമ്മൾ 55 65 75 നമുക്ക് 85 കൂടെ ചെയ്യാം. 85ൻ്റെ സ്ക്വയർ 85ൻ്റെ സ്ക്വയർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 8 എഴുതുക അല്ലേ, 8. അതിൻ്റെ അടുത്ത സംഖ്യ 9 × 100 പ്ലസ് 25 അല്ലേ. 8 × 9 8 9 72 അല്ലേ. 72 × 100 പ്ലസ് 25. 72ൻ്റെ കൂടെ 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 72 × 2 0 പിന്നെ കൊടുത്താൽ മതി, ഇനി ഇടണ്ട. പ്ലസ് 25 72 25. ഓക്കെ ആണോ നിങ്ങൾ? മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് ടെസ്റ്റ് 2 മെത്തേഡിൽ ചെയ്തത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വന്നതെന്ന് ഡൗട്ട് വരത്തില്ലേ? ഇല്ല നിങ്ങൾ എല്ലാവർക്കും, ചിലർക്കൊക്കെ മനസ്സിലായി കാണും, ചിലർക്ക് ഡൗട്ട് ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് പറഞ്ഞാൽ ഇതിനെ ഏതൊക്കെ രീതിയിൽ ഒരു കണക്കിനെ നമുക്കാണ്ട് 55നെ തന്നെ നമ്മൾ 3 രീതിയിലും ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം കേട്ടോ. ടെസ്റ്റിൽ ഈ 3 രീതിയിലും ചെയ്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചോദിക്കും പരീക്ഷയ്ക്ക് ഞങ്ങൾ ഇതിൽ ഏത് രീതിയായിരിക്കും ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നില്ലേ നിങ്ങളെ? ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റിൽ 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാവുന്ന കേട്ടോ. ഏത് രീതിയിൽ ചെയ്താലും മതി കേട്ടോ. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഏത് രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായ ആ രീതിയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെയും ചെയ്യാം എന്നാണ് കേട്ടോ. 85ൻ്റെ സ്ക്വയറിനെ നമുക്ക് ഇവിടെ ഈ രീതിയിൽ എങ്ങനെ ചെയ്യാം കുഞ്ഞുങ്ങളെ? 85 ഫസ്റ്റ് ഏതാ 8 ആണ്. 8ൻ്റെ സ്ക്വയർ പ്ലസ് 8 × 100 പ്ലസ് എത്രൻ്റെ 25 അല്ലേ. 5ൻ്റെ സ്ക്വയർ അല്ലേ. 8ൻ്റെ സ്ക്വയർ 8 8 64 ആണ്. പ്ലസ് 8 × 100 800 ആണ്. പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 ആണ്. 60 അല്ലോ നിങ്ങൾ ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. കാരണം 8 × 100 തന്നെ എഴുതണം കേട്ടോ. ഞാനത് എപ്പോഴും ചാടിക്കയറിയും എഴുതും കേട്ടോ. കൂട്ടാനുള്ളത് കൂട്ടിയിട്ടേ ചെയ്യാവൂ. അപ്പോൾ 64ഉം 8ഉം കൂടെ കൂട്ടുമ്പം 72 വരും കേട്ടോ. 72 × 100 പ്ലസ് 25. 72 100 കൂടെ ആകുമ്പോൾ 72,000 അല്ല 7200 പ്ലസ് 25 7225. കണ്ടോ, എളുപ്പമല്ലേ? ഓക്കെ ആണോ നിങ്ങളെ? എത്രയും നല്ലപോലെ മനസ്സിലായോ? നമുക്ക് അടുത്ത രീതി ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഇത് എന്തിനാണ് ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് അറിയാൻ വയ്യാത്തവർ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ 2 അക്ക സംഖ്യയുടെ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. എന്താ 3 അക്ക സംഖ്യയുടെ ടെസ്റ്റിൽ ഒന്നും ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെയ്യാൻ. എന്താ നിങ്ങളെ 195 നമ്മളിപ്പോൾ 2 അക്കത്തിൻ്റെ ലാസ്റ്റിൽ 5 വരുന്നതാണ് ഇതുവരെ ചെയ്തത് അല്ലേ. 2 അക്കം 55 65 75 85 ഒക്കെ നമ്മൾ ചെയ്തേ. അത് 3 രീതിയിലും നമുക്ക് ചെയ്യാമെന്നും നമ്മളിപ്പോൾ പറഞ്ഞു. 3 രീതിയിലും ചെയ്യാം. നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് വലുതായിട്ട് ചെയ്ത് പഠിക്കണം. കണക്ക് ചെയ്ത് തന്നെ പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കണക്ക് വേറൊരാൾ ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞ് ആർക്കും ഇതുവരെ മാർക്ക് കിട്ടിയ ചരിത്രമില്ല. ചെയ്ത് പഠിച്ചവർക്കേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളിവിടെ 195 അതിൻ്റെ സ്ക്വയർ 195ൻ്റെ സ്ക്വയർ നോക്കാം. ഇവിടെ ഫസ്റ്റ് എത്ര ആവും നിങ്ങളെ? ഫസ്റ്റ് നമ്മൾ 19 കേട്ടോ. 19 × കേട്ടോ 19 നമ്മൾ മുമ്പ് ആദ്യത്തെ സംഖ്യ എടുക്കുക, അതിൻ്റെ അടുത്ത സംഖ്യ 19 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ? 20. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഫസ്റ്റ് സംഖ്യ എടുക്കുക. എന്നാൽ ചോദിക്കുക 1 എടുത്തിട്ട് 2 അങ്ങനെ പറ്റത്തില്ല. 19ഉം അല്ലേ ഫസ്റ്റ് നമ്മൾ എടുത്തു. മുമ്പ് നമ്മളിപ്പം 65 ആണെങ്കിൽ 6 എടുത്തിട്ട് 6 × 7 എടുത്തേ അല്ലേ. ഇപ്പം 85 എന്നുള്ളത് 8 × അടുത്ത സംഖ്യ 8 കഴിഞ്ഞാൽ 9 6 കഴിഞ്ഞാൽ 7. ഇവിടെ 19 കഴിഞ്ഞാൽ അടുത്ത 20 കേട്ടോ. മനസ്സിലാവുന്നവർക്ക് ആവുമായിരിക്കാം അല്ലേ. ഇൻറ്റു എത്ര ആവും നിങ്ങളെ? 100 മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ അല്ലേ. 19 × 2 19 2 38 2 9 18 38 അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇൻറ്റു 100 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25. 38ൻ്റെ കൂടെ എത്ര ആവും നിങ്ങളെ? 3 0 വരണം അല്ലേ. കാരണം ഈ 1 2 1 2 3 1 2 3 0 ഇൻറ്റു 25 എത്ര? 38 0 25.
ഇതാണ് വരുന്നത്. അപ്പോൾ 3 അക്ക സംഖ്യയുടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 200 എന്താ ഇപ്പം 20 5ആണെങ്കിലോ 20ഉം 21 കേട്ടോ. 22 5ആണെങ്കിലോ 22 23 അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം. നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് മാത്രമേ 3 അക്കത്തിൻ്റെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ ആ മോഡൽ മനസ്സിലാക്കണം. ഇവിടെ 19 അല്ലേ, 19 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ 20 കേട്ടോ, പിന്നെ 100 0. ഓക്കെ ആണോ? ഇനി നമുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത നമ്മുടെ പേജ് നമ്പർ നോക്കൂ നിങ്ങളെ. പേജ് നമ്പർ എത്ര ആയിരുന്നു? 43 കേട്ടോ. പേജ് നമ്പർ നമ്മൾ ഓരോ പേജ് നമ്പർ ചെയ്തങ്ങ് പോവാം. പേജ് നമ്പർ 43 മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോക്കൂ നിങ്ങളെ. ഏതൊരു സംഖ്യയും 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 0 1 2 ഇവയിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ. നമ്മുടെ ടെസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആയാലും നോക്കണേ നിങ്ങളെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ നമുക്ക് 0 1 2 ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും. മിച്ചം 0 അതായത് റിമൈൻഡർ 0 ആണെങ്കിൽ സംഖ്യ 3ൻ്റെ ഗുണം നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ റിമൈൻഡർ 0 വരുവാണെങ്കിൽ നമുക്കറിയാം എന്താ അത് 3ൻ്റെ ടേബിൾ ആണെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മളിപ്പോൾ 3ൻ്റെ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 1 3 3 6 9 ഒക്കെ അല്ലേ 3ൻ്റെ ടേബിൾ. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം അല്ലെങ്കിൽ 3ൻ്റെ ടേബിൾ എന്നങ്ങ് എഴുതി കാണിക്കാം. ടേബിള് 3ൻ്റെ അല്ലേ, 3ൻ്റെ ടേബിൾ വെച്ചാൽ 1 3 3 2 3 6 3 3 9 4 3 12 5 3 15 ഇതാണ് 3ൻ്റെ ടേബിൾ അല്ലേ. 3 6 9 12 15 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കൂ നിങ്ങളെ. ഇപ്പം ഞാൻ എന്താ ഓരോ ഇതാണ് 3ൻ്റെ ടേബിൾ വരുന്നത് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ മിച്ചം 0 ഇപ്പം അല്ലാത്തൊരു സംഖ്യ വെച്ച് നമ്മൾ ചെയ്യുക. ഇപ്പം ഞാൻ 3നെ 3 വെച്ച് തന്നെ ചെയ്യാവും. നിങ്ങൾ നോക്കണേ, 3നെ 3 വെച്ച് ചെയ്യുമ്പോൾ 1 3 3 ശിഷ്ടം 0 വന്നു. നോക്കണേ, ശിഷ്ടം 0 വന്നു. ഇതിനെ നമ്മൾ എന്താ പറയുന്നത് അതൊക്കെ അറിയണേ. ഇതിനെ നമ്മൾ കോഷ്യൻ്റ് അല്ലേ, ഹരണഫലം. ഇതിനെ നമ്മൾ ഡിവൈസർ, ഇത് ഡിവിഡൻഡ്, ഇതൊക്കെ അറിയാമല്ലോ. ഡിവൈസർ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഡിവിഡൻഡ് അറിയാൻ വയ്യെങ്കിൽ ഇരിക്കട്ടെ. ഇതെന്താ റിമൈൻഡർ, ശിഷ്ടം. റിമൈൻഡർ അല്ലേ, ശിഷ്ടം. വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അറിയാൻ വയ്യാത്തവർക്ക്, ഡിവിഷൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒക്കെ കാണും ഇല്ലേ. മുകളിൽ വരുന്ന കോഷ്യൻ്റ് എന്ന് വെച്ചാൽ ഹരണഫലമാവും നിങ്ങളെ. അപ്പം നമ്മൾ 3നെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോഴേ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കിക്കേ. എന്തൊക്കെയോ നിങ്ങളെ ഇവിടെ നമുക്ക് ശിഷ്ടം, നമ്മളോട് ചോദിച്ചത് ശിഷ്ടമാണ്. റിമൈൻഡർ 0 വന്നു കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക 4നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. 4നെ 3 ഉണ്ടപ്പോൾ 1 3 3 ശിഷ്ടം 1 വന്നു. നോക്കണേ നിങ്ങളെ, റിമൈൻഡർ 1 വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. എല്ലാം 3 കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞേ. അപ്പം 5നെ 3 കൊണ്ട് ഇപ്പോൾ 1 3 3 ശിഷ്ടം അല്ലെ റിമൈൻഡർ 2 വന്നു. ഇനി ഞാൻ നോക്കി 6നെ 3 കൊണ്ട് ചെയ്യാൻ പോവുക. 2 3 6 ശിഷ്ടം 0 വന്നു. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 0 വരികയാണെങ്കിൽ അതെന്താ നമ്മൾ എന്താ 3ൻ്റെ ടേബിൾ വെച്ച് 3ൻ്റെ ടേബിളായി. ഇപ്പോൾ 6 എന്ന് പറയുന്നതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതെന്താ എന്തായിരിക്കും നമ്മളോട് പറഞ്ഞത്? ഗുണിത 3ൻ്റെ ഹരിച്ചാൽ എന്ത് ഈ പറയുന്നത്, മിച്ചം 0 ആണെങ്കിൽ സംഖ്യ 3ൻ്റെ ഗുണിതമാണെന്ന് ആണല്ലോ നിങ്ങളെ. മിച്ചം 0 വന്നാൽ അണ്ടേ ഇവിടെ 0 വന്നു. 6 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്. ദാണ്ട് ഇവിടെ 0 വന്നു. 3 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്. എന്നാൽ ഞാൻ 4നെ ചെയ്തപ്പോഴോ നിങ്ങളെ, 4നെ ചെയ്തപ്പോൾ ശിഷ്ടം 1 വന്നു. 5നെ ചെയ്തപ്പോൾ ശിഷ്ടം 2 വന്നു. അതാണ് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഏത് സംഖ്യയും 3 കൊണ്ട് ഹരിച്ചാൽ ഒന്നുകിൽ നമുക്ക് 0 കിട്ടും, അല്ലെങ്കിൽ 1 കിട്ടും, അല്ലെങ്കിൽ 2 കിട്ടും. ഇപ്പം നമുക്ക് കിട്ടിയല്ലോ, കണ്ടോ, 1 കിട്ടി, 0 കിട്ടി, 2 കിട്ടി. ഇതിൽ ഏതെങ്കിലും കിട്ടും അല്ലേ. മിച്ചം 0 ആണെങ്കിൽ, മിച്ചം അതായത് മിച്ചം എന്ന് വെച്ചാൽ ശിഷ്ടം 0 ആണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, അത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 3ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യകളെ 3 കൊണ്ട് ഹരിച്ചാൽ, 3ൻ്റെ ഗുണിതമല്ലാത്തതിനെ നമ്മളിപ്പോൾ ഹരിച്ചതാണിത്. 3ൻ്റെ ഗുണിതമല്ലാത്തതിനെ ഹരിക്കുമ്പോൾ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ, റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 1ഉം 2ഉം, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മയുണ്ടോ? 1ഉം 2ഉം നമുക്ക് കിട്ടുമെന്ന്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മുടെ പേജ് നമ്പർ കണ്ടേ, ഇങ്ങനൊരു ചോദ്യം കണ്ടോ. കുറേ ഒറ്റ സംഖ്യകളുടെ വർഗം കണക്കാക്കി ചുവടെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക, അവ ശരിയാകാനുള്ള കാരണം വിശദീകരിക്കുക. നിങ്ങളുടെ ടെസ്റ്റ് എടുക്കണേ കുഞ്ഞുങ്ങളെ, എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ സംഖ്യകളുടെ എല്ലാ വർഗങ്ങളും ഒറ്റ സംഖ്യകളാണോ? ഓഡ് നമ്പറുകളുടെ സ്ക്വയറുകളൊക്കെ ഓഡ് നമ്പറുകളാണോ?
എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുക. അതെഴുതണം. ഏത് ഒറ്റ സംഖ്യകളുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ഏത് ഒറ്റ സംഖ്യയും 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 എന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരെണ്ണം അങ്ങ് ചെയ്യാം. അതിനോടുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം നിങ്ങളെ. നമ്മുടെ ചോദ്യം നല്ലപോലെ വയ്ക്കണം. ഏതൊരു നല്ലപോലെ നോക്കണേ. ഏതൊരു കുറേ ഒറ്റ സംഖ്യകളുടെ വർഗം, ഈ ഒറ്റ സംഖ്യ മീൻസ് എന്താ കുഞ്ഞുങ്ങളെ? ഓഡ് നമ്പർ എന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? നമുക്ക് ആ കണക്ക് ചെയ്യാം. ഒന്നാമത്തെ എക്സർസൈസ് ആണ് കേട്ടോ. എക്സർസൈസ് 1 നോക്കിക്കേ. ഓഡ് നമ്പർ അല്ലേ, അല്ലെങ്കിൽ ഒറ്റ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? ഒറ്റ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഈവൻ നമ്പർ ഏതായിരുന്നു? അപ്പം നമ്മളോട് ചോദിക്കും ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 2, 4, 6, 8 ഓക്കെയാണോ ഈവൻ നമ്പർ ഓഡ് നമ്പറും? നല്ലപോലെ അറിയാമോ നിങ്ങളെ? ഈവൻ നമ്പറും ഓഡ് നമ്പറും അറിയാമല്ലോ. അപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? ഒറ്റ സംഖ്യകളുടെ വർഗം കണക്കാക്കി വർഗം കാണണമെന്ന്. നോക്കണേ, ഇതിൻ്റെ വർഗം നോക്കൂ കുഞ്ഞുങ്ങളെ. 1ൻ്റെ വർഗം മീൻസ് എന്താ? സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുക കേട്ടോ. 5ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ, 9ൻ്റെ സ്ക്വയർ, ഇതൊക്കെ കണക്കാക്കാനാണ് പറഞ്ഞത്. 1ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 1. 3ൻ്റെ സ്ക്വയർ എത്ര? 9. 5ൻ്റെ സ്ക്വയർ എത്ര? 25 അല്ലേ? 7ൻ്റെ സ്ക്വയറോ? 7 7 49. 9ൻ്റെ സ്ക്വയറോ? 9 9 81 അല്ലേ? എക്സെട്ര. സംശയമുണ്ടോ ഇതിനകത്തിൽ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങളെ? അതായത് നമുക്ക് ഓഡ് നമ്പറാണ് ഈ തന്നിരിക്കുന്നത്. നമ്മളോട് ഓഡ് നമ്പർ എഴുതാൻ പറഞ്ഞു. അവയുടെ സ്ക്വയറുകളുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത്രയും സംശയമുണ്ടോ? ഒരു സംശയം ഇല്ലെന്ന് കരുതുന്നു കേട്ടോ, കാരണം അതിൻ്റെ സ്ക്വയർ എഴുതി. ഇനി നമ്മളുടെ ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങളും ഒറ്റ സംഖ്യകളാണെന്നാണ് പറയുന്നത്. ആണോ കുഞ്ഞുങ്ങളെ? നോക്കിയേ, ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങളും ഒറ്റ സംഖ്യയാണോ? ആണല്ലോ. നോക്കിക്കേ, ഈ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ 1 3 5 7 9 എന്ന് പറയുന്നതല്ലേ. നോക്കിക്കേ, ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങളും ഒറ്റ സംഖ്യയല്ലേ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ഇനി നമ്മളത് എങ്ങനെയാ എന്നത് കാണിക്കും. എങ്ങനെയാണ് നമുക്കത് കിട്ടിയതെന്നാ. നമ്മുടെ ഈ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? എണ്ണൽ സംഖ്യ, എണ്ണുന്ന സംഖ്യയല്ലേ എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ എന്ന് പറയുന്നതിന് നമ്മൾ നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? 1 2 3 4 5 ഇതാണ് നമ്മുടെ അല്ലേ എന്താ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കി ഈവൻ നമ്പർ വെച്ച്. എന്താ കുഞ്ഞുങ്ങളെ? ഇതെല്ലാം നാച്ചുറൽ സംഖ്യ, നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ? ആദ്യം നമുക്ക് ഈവൻ നമ്പർ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ, 1 × 2 2, 2 × 2 4, 3 × 2 6, 4 × 2 8 അല്ലേ? നോക്കിക്കേ, ഇവയെല്ലാം നോക്കിക്കേ, എന്താണ് നമുക്ക് കിട്ടിയത്? ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത്? അതായത് എണ്ണൽ സംഖ്യ 1 2 3 4 5 അല്ലേ? ഇതിനെയെല്ലാം നമ്മൾ 2 കൊണ്ട് അല്ലേ? ഈവൻ നമ്പറാണ് 2. ഈ ഈവൻ നമ്പറിൽ 2 കൊണ്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ എന്താ കുഞ്ഞുങ്ങളെ കിട്ടിയത്? ഈവൻ നമ്പർ തന്നെയല്ലേ കിട്ടിയത്. ഒരു ഓഡ് നമ്പറിൻ്റെ കൂടെ ഒരു ഈവൻ നമ്പർ, നമ്മൾ അടുത്ത ഒരു ഈ കണക്കിനകത്തിൻ്റെ ലാസ്റ്റിൽ ഈ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അന്നേരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണ്ടേ. ഒരു ഓഡ് നമ്പറിൻ്റെ കൂടെ ഒരു ഈവൻ നമ്പർ നമ്മൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈവൻ നമ്പറുകൾ തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. അതങ്ങ് ഓർത്ത് വെച്ചേക്കണേ, ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. ഓഡ് നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പർ ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത്. ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത് അല്ലേ? അപ്പം ഇവിടെ ഫസ്റ്റ് തന്നെ ഏതാ? 1 2 3 4 എന്നല്ലേ? അതെന്തായിരുന്നു? നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പർ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ആ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 ഇൻഡ്യൂ ചെയ്തപ്പോൾ അല്ലേ? നാച്ചുറൽ നമ്പറിനെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 2 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? N2 എന്ന് എഴുതത്തില്ല. എപ്പോഴും നമ്പറാണ് നമ്മൾ ഫസ്റ്റിൽ എഴുതുന്നത്. വേരിയബിൾ, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിനെ രണ്ടാമതേ പറയും. നമ്പറാണ് ഫസ്റ്റിൽ പറയുന്നത്. N2 എന്ന് പറയത്തില്ല കുഞ്ഞുങ്ങളെ, 2N എന്നാണ് പറയുന്നത്. വല്ലോ മനസ്സിലായോ? നമ്മൾ നാച്ചുറൽ നമ്പറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഈവൻ നമ്പർ അല്ലെങ്കിൽ 2 എടുക്കാം. ഫസ്റ്റ് 2 വെച്ച് നമ്മൾ ഇൻഡ്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്താ കുഞ്ഞുങ്ങൾ? ഈവൻ നമ്പറാണ്. നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 2 ഇൻഡ്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2N ആണ് കിട്ടിയത്. സംശയമുണ്ടോ? നമുക്ക് എന്താ ഈവൻ നമ്പർ തന്നെയാണ് കിട്ടിയത്.
അല്ലേ? ഇനി ഈ ഈവൻ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒന്ന് കൂട്ടിയാൽ നോക്കിയേ, ഈ ഈവൻ നമ്പർ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, എന്നാണ്ടേ ഈ തന്നിരിക്കുന്ന ഈവൻ നമ്പർ ഏതൊക്കെയായിരുന്നു ഈവൻ നമ്പർ എന്ന് പറഞ്ഞേ? ഈവൻ നമ്പർ 2, 4, 6, 8 അല്ലേ? 2, 4, 6, 8 അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഒന്ന് കൂട്ടിയാലോ? +1 ഓരോന്ന് കൂട്ടിയാൽ എന്താ? 3, 5, 7, 9 അല്ലേ? എന്ത് കിട്ടി നമുക്ക്? ഓഡ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈവൻ നമ്പറിൻ്റെ കൂടെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആട്ടോ. ഈവൻ നമ്പറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം? +1 ഒന്നുകൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓഡ് നമ്പറാണ് കിട്ടിയത്. ഓഡ് നമ്പർ. ഇതിൻ്റെയൊക്കെ മലയാളം അറിയാമോ? ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ ഒറ്റ സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ നമ്പർ നമുക്കിവിടെ കിട്ടിയായിരുന്നു അല്ലേ? എന്താ? 2n അല്ലേ? ഈവൻ നമ്പർ എന്ന് വെച്ചാൽ 2n. അതിൻ്റെ കൂടെ നമ്മൾ +1 കൂടി ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓഡ് നമ്പർ കിട്ടി അല്ലേ? ഞങ്ങൾ ഈസിക്കൽ ടു ഓഡ് നമ്പർ. മനസ്സിലാക്കണേ ഇത് കേട്ടോ, നല്ലപോലെ മനസ്സിലാക്കണേ. അതായത് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 2n വെച്ച് എഴുതണം കേട്ടോ. ഓഡ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ, ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 2n+1. ഇത് നല്ലതുപോലെ അറിയണം. ഇത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മേളിൽ നിന്ന് ഇത്രയും ചെയ്തത് കേട്ടോ. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ, ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2n. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 2n+. ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയം വല്ലതും ഉണ്ടോ? ഇനി ഒന്നുകൂടെ പറയണോ കുഞ്ഞുങ്ങളെ? എല്ലാം മനസ്സിലായല്ലോ. ഓഡ് നമ്പർ, നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? 1, 2, 3, 4. അതിൻ്റെ കൂടെ നമ്മൾ 2 കൂടി ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്താ? ഓഡ് നമ്പറിൻ്റെ കൂടെ, അതായത് എണ്ണൽ സംഖ്യയുടെ കൂടെ നമ്മൾ എന്താ 2 ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈവൻ നമ്പറാണ് കിട്ടിയത്. അപ്പം നമുക്ക് 2n കിട്ടി. n × 2 n2 എന്നല്ല കുഞ്ഞുങ്ങളെ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? എപ്പോഴും എന്താ? നമ്പർ പറഞ്ഞിട്ടേ വേരിയബിൾ പറയാം കേട്ടോ. ഇപ്പോൾ x × 2 ആണെങ്കിൽ x2 അല്ല 2x എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കണേ അത്. ഇനി ഈവൻ നമ്പർ +1. ഈവൻ നമ്പർ എന്താണെന്ന് നമ്മൾ എഴുതി, ഇപ്പം കിട്ടിയില്ലേ? ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2, 4, 6, 8 അതൊക്കെ അറിയാമല്ലോ. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ 2, 4, 6, 8 അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ +1 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. +1 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്താ? ഓഡ് നമ്പർ കിട്ടി അല്ലേ? അപ്പം ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n എന്ന്. ഇനി എപ്പോൾ ഈവൻ നമ്പർ എന്ന് കേട്ടാലും കേട്ടോ, ഇത് കാണാതെ ഇവിടെ ഈവൻ നമ്പർ എന്ന് എവിടെ കണ്ടാലും 2n, ഓഡ് നമ്പർ എന്ന് കണ്ടാൽ 2n+1. കേട്ടല്ലോ, സംശയമില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? ഇതിൻ്റെ സ്ക്വയർ നോക്കണേ കുഞ്ഞുങ്ങളെ. ഞാനിവിടെ ഒന്ന് ഹിൻഡ് കാണിക്കാം. ഈവൻ നമ്പർ നിങ്ങളൊരു ബോക്സിലോ എവിടെയാണെന്ന് വെച്ചാൽ എഴുതിയിട്ടോണേ. ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n ആണ് കേട്ടോ. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വന്നതെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. നിങ്ങൾക്ക് ഈ 2n ഒക്കെ എവിടുന്നാണ് വന്നതെന്ന് സംശയം വരത്തില്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? ഈ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ, ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങളും ഒറ്റ സംഖ്യയാണെന്ന് നമ്മളോട് പറഞ്ഞു. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്താ? അതിൻ്റെ എല്ലാം സ്ക്വയർ. ഇതിൻ്റെ ഒരു സ്ക്വയർ നോക്കൂ നിങ്ങൾ. സ്ക്വയർ എന്ന് വെച്ചാൽ വർഗ്ഗം അല്ലേ? ഇതിൻ്റെ സ്ക്വയർ SQURE, സ്ക്വയർ മീൻസ് വർഗ്ഗം. ഇതിൻ്റെ എല്ലാം മലയാളവും നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യയാണ്, ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യയാണ്. എഴുതണ്ടാൽ അറിയാമല്ലോ. ഇനി ഇതിൻ്റെ വർഗ്ഗം നോക്കൂ കുഞ്ഞുങ്ങളെ. 2n+1 സ്ക്വയർ അല്ലേ? ഓഡ് നമ്പറിൻ്റെ വർഗ്ഗം കാണുന്നത് എങ്ങനെയാണ്? ഓഡ് നമ്പറിൻ്റെ നമുക്ക് ഇത് ഇനിയിപ്പോൾ എപ്പോഴും ഇത് വെച്ചാൽ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ വർഗ്ഗം സ്ക്വയർ കാണാൻ. അപ്പോൾ 2n+1 സ്ക്വയർ, 2n അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം ഇതിനെ? നമുക്ക് നമ്മളില്ല രീതി ചെയ്ത a+b² അല്ലേ? അപ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? പറയൂ നിങ്ങളെ. 2n² എങ്ങനെയാണ് വന്നെന്ന് സംശയം വരില്ലേ? a+b² a² + 2ab+b² അല്ലേ? a എന്ന് പറയുന്നതിന് ഇത് എയുമാണ്, ഇത് ബിയുമാണ് കേട്ടോണേ. അപ്പോൾ 2n² + 2 × a എത്ര? 2n × b എത്ര നിങ്ങളെ? 1 + 1 സ്ക്വയർ. 2n² നോക്കണേ നിങ്ങളെ. 2n² + 2 × 2 2n² 2 × 2 4n × 1 4n തന്നെ കേട്ടോ. +1 1 തന്നെ. ഇനി 2n² എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 4n കേട്ടോ. 4n²
ഓക്കെ നിങ്ങളെ 4n² പ്ലസ് 4n പ്ലസ് 1. ഇനി നമ്മൾ ഏതാ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഏത് സ്ക്വയർ ഈ ഓഡ് നമ്പറിൻ്റെ വെച്ച് ചെയ്യുമ്പം ഈ ഇക്വേഷൻ എടുക്കണം. നോക്കണേ, നമ്മൾ ഇക്വേഷനാണ് ഈ പാഠത്തിൽ ഐഡൻറ്റിറ്റീസാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. ഈവൻ നമ്പർ ചോദിക്കുമ്പം 2n വെച്ച് ചെയ്യണം. ഓഡ് നമ്പറിൻ്റെ ചോദിക്കുമ്പം 2n+1 വെച്ച് ചെയ്യണം. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ വെച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞെങ്കിൽ ഈ ഇക്വേഷനും എടുക്കണം. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ. ഈ 2n+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 വെട്ടം. അപ്പം നമ്മൾ അങ്ങനെ കാണുമ്പോഴേ a+b² അല്ലേ, a² പ്ലസ് 2ab+b² അല്ലേ. അപ്പം 2n² വേണേ ഒറ്റയടിക്ക് ഇത് 4n² എന്ന് എഴുതാം. ഞാൻ അറിയാൻ വേണ്ടി എഴുതിയതാ. 2 × 2 4n 4n × 1 ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെ, അതുകൊണ്ട് അത് എഴുതേണ്ട കാര്യമില്ല. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പം നമുക്ക് എങ്ങനെ കിട്ടി 4n². ഈ 2 × 2 ആ 4 വന്നു കേട്ടോ. 4n² പ്ലസ് 4n+1. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും ഓക്കെ ആണോ? ഇനി നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മളോട് ചോദിച്ചേ ഫസ്റ്റ് ചോദ്യം തന്നെ ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങളും ഒറ്റ സംഖ്യയാണോ എന്നാ ചോദിച്ചത്. ഇത് നോക്കിയേ, ഇതിൻ്റെ വർഗ്ഗത്തിനെ നമുക്ക് ഒറ്റ സംഖ്യയാക്കാൻ പറ്റുമോ? ഇത് നോക്കിയേ, 4 ഒക്കെ ഇരട്ട സംഖ്യയിലാണ്. ഇത് ഒറ്റ സംഖ്യയുടെ എല്ലാം ഒറ്റ സംഖ്യയാക്കാൻ പറ്റുമോ? ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്താണെന്നറിയോ? 4n². 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആവും നിങ്ങളെ. എന്ന് വെച്ചാൽ ഒറ്റ വെട്ടം വരുന്നതാക്കണം. അത് പ്രൈം നമ്പർ ഒറ്റ വെട്ടം. ഇപ്പം 4 എന്ന് പറയുന്നത് 2ൻ്റെ ടേബിളിലും 4ൻ്റെ ടേബിളിലും വരുന്നതാണ് അല്ലേ. അങ്ങനെ വരാതെ ഇപ്പം 2, 3, 5, 7 ഇതൊക്കെ ഒറ്റ വെട്ട ടേബിളിലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതിനെ അങ്ങോട്ടേക്ക് മാറ്റണം. മനസ്സിലായോ? ഇപ്പോൾ 4n² എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ, ഈ 4ഉം ഏതിൻ്റെ ടേബിളിൽ വരും കുഞ്ഞുങ്ങളെ? 4n² എന്ന് പറഞ്ഞാൽ നോക്കണേ കുഞ്ഞുങ്ങളെ, 4n² എന്ന് വെച്ചാൽ 2ൻ്റെ ടേബിളിൽ വരും അല്ലേ. 2 × 2 പിന്നെ n × n, നമുക്ക് n² എഴുതാം. അടുത്തത് 4n എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ 2 × 2 × n എന്ന് പറയാം കേട്ടോ. നമ്മൾ ഇതിനെ എന്താക്കാം, ഇപ്പം നമുക്ക് 4 എന്ന് പറയുന്നത് നോക്കൂ നിങ്ങളെ, 4 ഒരു ആൻസറുകളും എന്താ കോമ്പോസിറ്റ് നമ്പറിൽ വരത്തില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയേ 4ഉം എന്ന് പറയുന്നത് 2ൻ്റെയും 4ൻ്റെയും ടേബിളിൽ വരുന്നതാണ്. അപ്പം നമ്മളിതിനെ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ചെറിയ രീതിയിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ 4ഉം നോക്കി ഇതിനകത്ത് 2ലും പൊതുവായിട്ട് ആരാ വരുന്നത്? 2 വരുന്നുണ്ട്. അപ്പോൾ ആ 2നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? വെളിയിലിടുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ എടുത്ത് അകത്തിടുക. ബാക്കിയുള്ള ആരാ കുഞ്ഞുങ്ങളിവിടെ? 2 × n² അല്ലേ. അപ്പോൾ അവിടെ 2n² ഉണ്ട് അല്ലേ. പ്ലസ് അടുത്ത ആരാ? 2n ഉണ്ട് പ്ലസ് 2n ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരു +1 ഉണ്ട്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വന്നതെന്ന്. നോക്കിയേ, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 4ഉം 2ൻ്റെ ടേബിളിൽ വരുമെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ 2ലും പൊതുവായിട്ട് ആരുണ്ട്? 2 ഉണ്ട്. ആ 2നെ നമ്മളിങ്ങനെ വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ബാക്കി 2 × n² ഇവിടെ വന്നു. 2 × n² പ്ലസ് ബാക്കി ഇവിടെ 2 × n 2n. പിന്നെ ഇവിടെ ഒരു +1 എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അങ്ങ് മാറ്റിയെന്ന് ഓർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഒരു തെറ്റ് വരും, ഇതെങ്ങനെ വന്നു എന്നുള്ളത് കേട്ടോ. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റി, അത്രേ ആലോചിച്ചാൽ മതി. ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കുഞ്ഞുങ്ങളെ, കാരണം ഇത് എല്ലാവർക്കും അങ്ങ് കൺഫ്യൂഷൻ ആവും കേട്ടോ. അതുകൊണ്ട് ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ 2 നോക്കിയേ, 2n+1 2n+1ൻ്റെ സ്ക്വയർ 2nൽ വന്നില്ലേ എല്ലാം 2n. അപ്പോൾ ഇതെന്താ എങ്ങനെ പറയാം? 2 വന്നുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 2 അതിൻ്റെ കൂടെ +1 അല്ലേ. ഒറ്റ സംഖ്യകളുടെ വർഗ്ഗം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും എന്ന് വേണമെങ്കിലും എഴുതാം. ഒറ്റ സംഖ്യയുടെ, നമ്മളോടുള്ള ചോദ്യം അതായിരുന്നു, ഒറ്റ സംഖ്യയുടെ വർഗ്ഗം എപ്പോഴും എന്താ കുഞ്ഞുങ്ങളെ? ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. റഫായിട്ട് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ആൾവേസ് എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പർ തന്നെ ആയിരിക്കും കേട്ടോ. റഫായിട്ടൊന്ന് കൊടുത്തേരെ. നമുക്ക് ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഓഫ് 2+, ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് എങ്ങനെയാണെന്നൊരു റീസൺ ചോദിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ?
ഇതൊരു ഇച്ചിരി വലിയ ചോദ്യമോ നിങ്ങളെ വലുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇത്രയും ഇതായിട്ട് ഇത് ഉണ്ടോ ഇത് കറക്റ്റ് ഉത്തരം ഇത്രയും ഇങ്ങനെ എഴുതേണ്ടത് ആദ്യം ഞാനിത് നിങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ 2NB ഇതൊക്കെ എങ്ങനെ വന്നു എന്നറിയണ്ടായോ നിങ്ങളെ അതുകൊണ്ടാണ് ഇത് ആദ്യം മുതലേ നമ്മൾ എടുത്തത് കേട്ടോ. ഇനി അവർ രണ്ടാമത്തെ ചോദ്യം ഏത് ഒറ്റസംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങൾ ഏത് ഓഡ് നമ്പറിൻ്റെ വർഗത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കാം. നിങ്ങൾ ആ ചോദ്യം അങ്ങ് എഴുതണേ. രണ്ടാമത്തത് ഞാൻ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ എഴുതണേ നിങ്ങളെ ഇവിടെ ഏത് ഒറ്റസംഖ്യ അല്ലേ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം റിമൈൻഡർ എത്ര 1 വരണമെന്ന്. അപ്പം നമ്മളിവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഞാൻ റഫായിട്ടൊന്ന് കാണിക്കാം. ഇത് ഡിവൈഡ് ചെയ്താൽ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആട്ടോ ഡിവൈഡ് നിങ്ങളത് എഴുതണേ. ചെയ്താൽ മിച്ചം എത്ര വരണം കുഞ്ഞുങ്ങളെ? മിച്ചം 1 ആണ്. അപ്പം നമുക്കിവിടെ ഡിവൈഡ് ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഏതാണെന്നറിയോ? മിച്ചം 1 വരുന്നതെന്ന് വെച്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. 4 കൊണ്ടല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 4n + 1. എങ്ങനെ ഈ 4n വന്നത്? അതായത് നമ്മൾ മിച്ചം 2 അല്ലേ ഇപ്പം ഇവിടെ നോക്കി മിച്ചം 1 അല്ലേ വരേണ്ടത്? 1 ആകണം 1 അല്ലേ. 4 വന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ 4 വന്നത്. നോക്കണേ ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നെങ്കിൽ 5n, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നെങ്കിൽ 8n കേട്ടോ. ഓർക്കണേ കേട്ടോ. ഇനി അതുകൊണ്ടാണ് ഇവിടെ 4. ഇനി മിച്ചം 1 ആയതുകൊണ്ട് ഇവിടെ 1. ഇനി മിച്ചം 2 ആയിരുന്നെങ്കിലോ? റിമൈൻഡർ 2 അല്ലേ. റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം സ്പെല്ലിംഗ് ഒക്കെ അങ്ങ് എഴുതിക്കൊണ്ടായിരുന്നില്ല. മിച്ചം 2 വരുന്നെങ്കിലോ നമ്മൾ അങ്ങനെ എഴുതി 4n + 2 എന്ന് എഴുതിയിനി. മനസ്സിലായോ? ഇപ്പം മിച്ചം 5 വരുന്നെങ്കിലോ 4n + 5. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മിച്ചം ഇത് വരുന്നത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് കേട്ടോ. മിച്ചം എന്ന് കാണിക്കുന്നതാണ് ഈ ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളുടെ സ്ക്വയറിൻ്റെ നോക്കിയേ മിച്ചം 1 ആണെങ്കിൽ എങ്ങനെ എഴുതും? അപ്പോൾ നോക്കാം. അപ്പോൾ നോക്കി നിങ്ങളെ നമ്മൾ മുമ്പ് സ്ക്വയറിൻ്റെ ഓഡ് നമ്പർ മുമ്പ് നമ്മൾ കിട്ടിയായിരുന്നു അല്ലേ. സ്ക്വയറിൻ്റെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര വരെ കിട്ടി? 4n ഇത് കിട്ടിയായിരുന്നു അല്ലേ. കിട്ടിയില്ലേ കുഞ്ഞുങ്ങളെ? മുമ്പ് നമ്മൾ ചെയ്തില്ലേ സ്ക്വയറിൻ്റെ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ പറഞ്ഞു തിരിഞ്ഞു പോയോ? ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി കിട്ടി കുഞ്ഞുങ്ങളെ. എത്ര? 4. ഇതെങ്ങനെ വന്നെന്ന് ഓർത്തോണേ. 4n² + 4n + 1 എന്ന് നമുക്ക് നേരത്തെ കിട്ടി. സ്ക്വയറിൻ്റെ ഓഡ് നമ്പർ കേട്ടോ. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ എന്ന് വേണ്ടി എഴുതിക്കും. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി അല്ലേ. നോക്കി ഇവിടെ ഇതിനകത്തിൽ പൊതുവായിട്ട് വന്നത് ആരായിരുന്നു? മുമ്പ് നമ്മൾ കിട്ടിയതാ. എത്ര? ഇതിൽ രണ്ടിലും പൊതുവായിട്ട് ഏതാ കുഞ്ഞുങ്ങളെ? എന്തുകൊണ്ട്? 4 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 4ൻ്റെ ഗുണിതങ്ങളുണ്ട് അല്ലേ. ഇല്ലേ കുഞ്ഞുങ്ങളെ? നോക്കിയേ 4 മുമ്പ് നമ്മൾ എടുത്തത് 2ൻ്റെ എടുത്തായിരുന്നു. ഇവിടെ 2 പൊതുവായിട്ട് എടുത്ത് നമ്മളിവിടെ ഏതെഴുത് ആദ്യം എഴുതി അല്ലേ. ഇപ്പം എഴുതുന്ന നോക്കണേ. 4ൻ്റെ ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ നോക്കിക്കേ 4n² എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 × n² എന്ന് എഴുതാം. ഇപ്പോൾ 4n എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 4 × n എന്നും എഴുതാം. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും പൊതുവായിട്ട് ആരാ വരുന്നത്? 4 ആണല്ലേ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 4നെ വെളിയിലിടുക. 4നെ വെളിയിലിട്ടിട്ട് ബാക്കി ആരാ? n². പിന്നെ ആരാ? n. പിന്നെ ആരാ? ഒരു +1. കണ്ടോ? ഇതെന്താ കുഞ്ഞുങ്ങളെ? ഇത് 4ൻ്റെ നോക്കിയേ 4ൻ്റെ ഗുണിതങ്ങളാണ്. 4ൻ്റെ ഗുണിതങ്ങളുടെ കൂടെ +1 ചേർത്ത് അല്ലേ. +1 കൂടെ കൂട്ടി. അതായത് മൾട്ടിപ്പിൾ ഓഫ് 4. അതിൻ്റെ കൂടെ എന്താ കുഞ്ഞുങ്ങളെ? മൾട്ടിപ്പിൾ ഓഫ് 4 + 1 കേട്ടോ. 4ൻ്റെ ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയണം. അതുകൊണ്ട് ഇത് ചെയ്യാൻ അറിയണം കേട്ടോ. പൊതുവായിട്ട് വന്നതിനെ എടുത്ത് വെളിയിലിടുക, ബാക്കിയുള്ളതിനെ ബ്രാക്കറ്റിൽ കയറ്റുക, +1 കേട്ടോ. ഇതൊരിച്ചിരി വലിയ കണക്കായിട്ടോ. കാണുമ്പോൾ ഇതൊരു എളുപ്പമായിട്ട് തോന്നുമെങ്കിലും കാരണം 3 ഇതായിട്ട് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും കുഞ്ഞുങ്ങളെ. മൂന്നാമത്തത് സ്ക്വയറിൻ്റെ അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. മൂന്നാമത്തെ ചോദ്യം നോക്കി കുഞ്ഞുങ്ങളെ. ഏതൊരു സംഖ്യയുടെയും വർഗത്തിനെ 8 കൊണ്ട് അല്ലേ 8 കൊണ്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓർത്തോണേ. ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം എത്ര കുഞ്ഞുങ്ങളെ? മിച്ചം റിമൈൻഡർ 1 വരണം അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 8n + 1. ഓർമ്മയുണ്ടോ? മുമ്പ് നമ്മൾ പറഞ്ഞ
അല്ലേ? അത് പറഞ്ഞ് മനസ്സിലായവർക്ക് ഇത് കിട്ടിക്കാണും അല്ലേ? 8n. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ കിട്ടി അല്ലേ? സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടോ നിങ്ങളെ? സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ ഞാൻ ചുരുക്കി എഴുതിയ കേട്ടോ, ടൈം ഒരുപാടാവുന്നു നിങ്ങൾ എന്നാൽ ചോദിക്കും 2 ഇട്ടുകൂടായിരുന്നു. എന്നാലും ഇത് കാണുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ, സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ നമുക്ക് കിട്ടി. മുമ്പ് ഓൾറെഡി നമുക്ക് ആദ്യം ചെയ്തപ്പോഴേ കിട്ടിയതായിരുന്നു അല്ലേ? 4n + 1 എല്ലാം അത് വെച്ചാൽ ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ നോക്കി ഇതിനകത്തിൽ രണ്ടിലും പൊതുവായിട്ട് വന്നതാരാവും നിങ്ങളെ? 4n. അപ്പം നമ്മൾ ഇവിടെ 4n എടുത്ത് വെളിയിലിടുക, കാരണം ഇതിൽ രണ്ടിലും പൊതുവായിട്ട് 4n ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്? ഇവിടുന്ന് ഒരു 4n പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു n ഉണ്ട്. n + 1 + 1 അല്ലേ? മനസ്സിലായോ? അതായത് വേണമെങ്കിൽ മാറ്റിയിട്ട് ഇവിടെ റഫായിട്ട് കാണിക്കാം. 4n² എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × n അല്ലേ? n² ആണ് അല്ലേ? പിന്നെ 4n എന്ന് വെച്ച് കഴിഞ്ഞാലോ 4 × n ആണ്. n × n ആണ് n². വേണേൽ അങ്ങനെ കാണിക്കാം. n × n ആണ് n². അപ്പോൾ ഇതിനകത്തിൽ രണ്ടിലും ആരാ വരുന്നത്? 4n ആണ് അല്ലേ? ആ 4n എടുത്ത് വെളിയിലിട്ടു. പിന്നെ ബാക്കി ഒരു n + 1 വന്ന് എന്താണെന്നറിയോ? ഒരു വെട്ടം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനാണ് കേട്ടോ. അതുകൂടെ വേണമെങ്കിൽ എഴുതിക്കുക n + 1. കാരണം നമ്മുടെ ഇക്വേഷനിൽ അതുണ്ട് നിങ്ങൾ. n + 4 n + 1 + 1. ഇതൊരു ഇച്ചിരി ഇതായിട്ട് എനിക്കറിയാം. ഇതിപ്പം എന്താ മനസ്സിലായില്ലെന്ന് പറഞ്ഞ് വരും അതില്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഇക്വേഷൻ ഓൾറെഡി നമുക്ക് കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ ഇതിനകത്തിൽ 8 കൊണ്ട് നമ്മൾ ചെയ്യണം. 8 ആക്കണം. നോക്കിക്കേ, ഈ 4n + n + 1 എന്ന് വെച്ചാൽ എന്തെന്ന് അറിയോ? ഈ 4ൻ്റെ കൂടെ ഒരു n + 1. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം നിങ്ങളെ. ഇപ്പം 8 എന്ന് പറയുക. 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി, നമ്മൾ ആൾജിബ്ര ബീജഗണിതത്തിൽ പഠിച്ചതാ. 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്താ? n + 1. അതായത് 8, ഈ n എന്ന് പറയുന്നത് ഈ 8നെയാണ്. 8 + 1 എത്ര? 9. മനസ്സിലായോ? അടുത്ത 9 ആണെങ്കിൽ 9 കഴിഞ്ഞിട്ട് എടുത്തത് n + 1. അതായത് 9 + 1 10. അടുത്തത് എന്താ? അതായത് +1 എന്ന് പറഞ്ഞേ അടുത്ത സംഖ്യയാണ് +1 എന്ന് ഉദ്ദേശിച്ചേക്കും. മനസ്സിലാക്കണേ. +1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4n കഴിഞ്ഞാൽ പിന്നെ അടുത്തത്, അല്ലെ n കഴിഞ്ഞാൽ പിന്നെ അടുത്ത. ഇപ്പോൾ 9 + 1 എന്ന് പറയത്തില്ലേ? 9 + 1 10 + 1 15 + 1 എന്ന് പറയത്തില്ലേ? അതുപോലെ ഇവിടെ 4n എന്ന് പറഞ്ഞത് 4 എന്ന് പറയുന്നത് എന്താവും നിങ്ങൾ? ഇവിടെ ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. ഈവൻ നമ്പർ കഴിഞ്ഞാൽ അടുത്ത ഏതായിരിക്കും? നമ്മളിപ്പോൾ 5 അല്ല ഇപ്പോൾ 6 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? 7 ഒരു ഓഡ് നമ്പറാണ്. തൊട്ടടുത്ത സംഖ്യ ഓഡ് നമ്പർ ആയിരിക്കും. ഈവൻ നമ്പർ ഓഡ് നമ്പറോട് ഇൻറ്റു ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? മുമ്പ് നമ്മൾ പറഞ്ഞതാ. എന്താ? ഇൻറ്റു തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാ അല്ലേ? ഇപ്പം നോക്കിയേ, ഈവൻ നമ്പറാണ് 2. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ 3 ആണ്. ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടി ഇൻറ്റു ചെയ്താൽ 6 അല്ലേ? എത്ര നമുക്ക് കിട്ടിയത്? ഈവൻ നമ്പറാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇപ്പം 4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 5. 5 4 20. മനസ്സിലായോ? ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈവൻ നമ്പറാണ് കിട്ടുന്നത്. കണ്ടോ? ഓഡ് നമ്പറും കൂടി ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു +1. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? ഇവിടെ ഈവൻ നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ ഈവൻ നമ്പർ എന്ന് പറയുന്നത് 4. ഓഡ് നമ്പറിനെ നമ്മളെന്താ അല്ല ഈവൻ നമ്പറും ഓഡ് നമ്പറോട് ചെയ്യുമ്പോൾ ഈവൻ നമ്പറാണ് വരുന്നത്. ഈ ഈവൻ എന്നുള്ളതിന് നമ്മളെന്താ 2 എന്നിട്ട് കൊടുക്കുക കേട്ടോ. ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. എക്സ് എന്നോ വൈ എന്നോ എക്സ് കൊടുക്കുക. എക്സ് +E1 കേട്ടോ. അടുത്തത് 4 × 2x 2 4 8x +1. അപ്പോൾ ഇവിടെ എന്താണ്? 8ൻ്റെ മൾട്ടിപ്പിൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. 2 വന്ന് എന്താണ്? ഈവൻ നമ്പറും ഓഡ് നമ്പറും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈവൻ നമ്പറേ വരത്തുള്ളൂ. ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും പല രീതിയിലും നമുക്ക് ഇതിനെ പറയാം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 8 + 1 കേട്ടോ. ലാസ്റ്റിൽ അതുകൂടെ എഴുതിയേക്കണേ. അതായത് 8ൻ്റെ ടേബിൾ ആണ്, അതിൻ്റെ കൂടെ +1. ഈ ഇക്വേഷൻ ആട്ടോ +1 വരുന്നത്. ഈ +1 കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇച്ചിരി വലിയ വീഡിയോ ആയിരുന്നു. കാരണം ഒരു കണക്കേ ഉള്ളതിലും അത് ഒരുപാട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. കാരണം ഈ ലാസ്റ്റിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് വരുമെന്ന്. അത് നല്ലപോലെ മനസ്സിലാക്കണേ. അതുകൊണ്ട് ഇത് ഫസ്റ്റിലത്തെ ഈ ഇക്വേഷൻ കേട്ടോ. ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് വെച്ചാണ് ചെയ്യുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല അല്ലേ? ഐഡൻറ്റിറ്റി ആകുമ്പോൾ മാറ്റങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾ നല്ലതുപോലെ ഇത് എഴുതി എടുത്തിട്ട്, എല്ലാം ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലപോലെ നോക്കി മനസ്സിലാക്കണേ നിങ്ങൾ.
കുഞ്ഞുങ്ങൾ കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ ഇത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. മാക്സിമം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ മലയാളമൊക്കെ എഴുതി വെച്ച് എല്ലാം കാണിച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ടൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഒറ്റ വട്ടം കണ്ടെന്ന് വിചാരിച്ച് ഇത് മനസ്സിലാവണമെന്ന് ഞാൻ പറയുന്നില്ല. 2-3 വട്ടമെങ്കിലും കണ്ടെങ്കിലേ ഈ കണക്ക് മനസ്സിലാവത്തുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം കമൻറ്റിൽ പറയണേ കുഞ്ഞുങ്ങളെ 2 ആയാലും കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.